നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താ ചേച്ചി? ചേച്ചിയുടെ അസൈൻമെന്റിനുള്ള ബോർഡർ വയ്ക്കുന്നത്. അതെ അതെ കഴിച്ച് ഇന്നത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ അനിത ചേച്ചിയുടെ അസൈൻമെൻറ്റിൻ്റെ ബോർഡർ വരയ്ക്കുക. അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു 10-20 പേപ്പർ എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ബോർഡർ വരയ്ക്കുമായിരുന്നു. പിന്നെ ഞാൻ എളുപ്പം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് മേളിൽ കുറച്ചെൻ്റെ തുണിയൊക്കെ ഇങ്ങനെ അലക്കിയിട്ടത് പറക്കി എടുത്തിട്ട് വന്നു. അതൊക്കെ ഉണക്കാനുണ്ടായിരുന്നു. ഇത് സത്യം പറയില്ല 2-3 ദിവസം കൊണ്ട് റൂമിലിരുന്ന് ഞാൻ അടുത്ത് മടക്കി വെക്കാൻ ഇത്തിരി താമസിച്ചു. മടി കാരണമേ ചെയ്യാനാ. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ ഉച്ചയൊക്കെ കഴിഞ്ഞൊരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ജസ്റ്റ് പുരുകൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പാർലറിൽ വരെ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങി. പൊടുക്കത്തെ വെയിലൊന്നും പറയാനില്ല, ശുഭകരം. പിന്നെ നമ്മളിങ്ങനെ റോഡിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോയി. അവിടെ എത്തിയപ്പോഴത്തേനും സത്യം പറയല്ലോ പകുതിയോളം നമ്മൾ ഇല്ലാണ്ടായിപ്പോയി. അത്രയും നടന്നൊക്കെ പോയി വെയിലൊക്കെ അടിച്ച് അയ്യോ. പിന്നെ നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിൽ ചെന്ന് അവരെ വെയിറ്റ് ചെയ്തിരുന്നു. അവർ വന്നു. പിന്നെ പുരികം എടുക്കാൻ ആരംഭിച്ചിരിക്കുന്നു. വലിയൊരു യുദ്ധം കഴിഞ്ഞൊരു ഫീലുണ്ടായിരുന്നു എനിക്ക്. അത്യാവശ്യം പിന്നെ എനിക്ക് പുരികം വലുതായിട്ടില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്ക് പോകാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നു. അയ്യോ ബ്രോഡ്വേയിലോട്ട് ചെന്ന പൊട്ടുക്കത്തെ ചൂട് എൻ്റെ പൊന്നും ഉമ്മാതിരി ആളൊന്നും പറയാനില്ല. ഞാൻ അന്വേഷിച്ച് പോയ സാധനം സത്യം പറയാലും എനിക്ക് കിട്ടിയില്ല. ബ്രോഡ്വേയിൽ എല്ലാ കടയിലും ഇറങ്ങി നടന്ന് തപ്പി, പക്ഷേ എനിക്ക് മാത്രം കിട്ടിയില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ വേറൊരു സാധനം ചോദിക്കാൻ വേണ്ടി എടുത്തു. അതൊക്കെ ഇങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഞാൻ അത്യാവശ്യം വിഷമത്തിലാണ് ഈ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിൽ വന്നപ്പോഴത്തേനും എല്ലാവരും ഇല്ലാണ്ടായിപ്പോയി. അങ്ങോട്ട് പോയാൽ ഒരു ബഹളവേ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി നാളെ.